പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്യാരിസ് വെഹിക്കിൾസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മഹീന്ദ്ര ആൽഫ DX BS6 കാറ്റഗറിയിൽ വരുന്ന ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയാണ്. ഡീസൽ പ്രൊവിഷനോട് കൂടിയ ഒരു ഓട്ടോറിക്ഷയാണ്. ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചുവട്ടിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ് മഹീന്ദ്ര ആൽഫ DX BS6 കാറ്റഗറിയോടുകൂടിയ ഒരു പാസഞ്ചർ ടൈപ്പ് ഓട്ടോറിക്ഷയാണ്. ഈ അടുത്ത കാലത്താണ് എല്ലാ വാഹനങ്ങളും BS6 കാറ്റഗറിയിലോട്ട് മാറിയതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഈ വാഹനത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മുമ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഓട്ടോറിക്ഷ പോലെ തന്നെ ഹെഡ്ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റർ അസംബ്ലിയോട് കൂടിയ ആ സിസ്റ്റം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മഹീന്ദ്രയുടെ എംബ്ലം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അടുത്ത ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ ഭാഗമാണ്. 599 cc 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഡീസൽ എൻജിനാണ് മഹീന്ദ്ര ആൽഫ DX ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കരുത്തുറ്റ എൻജിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. BS6 കാറ്റഗറിയോട് കൂടിയ ഡീസൽ ടൈപ്പ് എൻജിനാണ് ഈ മഹീന്ദ്ര ആൽഫയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിടയറ്റ മൈലേജും നല്ല കരുത്തും ഈ എൻജിൻ പ്രതിദാനം ചെയ്യുന്നു. ഈ എൻജിൻ്റെ പവർ വരുന്നത് 8 HP ഹോഴ്സ് പവറാണ്. അത് 3600 RPM വരുന്നത്. ഇതിൻ്റെ എൻജിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 23.5 Nm ടോർക്കാണ്. അത് 2400 RPM വരുന്നത്. ഇതിൻ്റെ സൈലൻസർ വരുന്നത് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സൈലൻസറാണ്. BS6 ടൈപ്പ് മോഡൽ സൈലൻസറാണ്. അതുകൊണ്ട് തന്നെ മലിനീകരണം പരമാവധി ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള സൈലൻസർ സംവിധാനമാണ് മഹീന്ദ്ര ആൽഫയുടെ DXൽ ഒരുക്കിയിരിക്കുന്നത്. പാസഞ്ചർ ക്യാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തികച്ചും ആകർഷണീയമായിട്ടുള്ള പാസഞ്ചർ ക്യാബിനാണ് മഹീന്ദ്ര ആൽഫ DX BS6 ഓട്ടോറിക്ഷയിൽ ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക് വിത്ത് റെഡ്, ചുവപ്പും കറുപ്പോടും കൂടിയ സീറ്റും പാസഞ്ചർ ക്യാബിനോട് ഇരുവശങ്ങളിലായിട്ട് തന്നെ കൂടുതൽ സുരക്ഷിതത്വത്തിനായിട്ട് 2 ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 പാസഞ്ചർ പ്ലസ് ഡ്രൈവർ എന്ന ആ സിസ്റ്റത്തോടു കൂടി തന്നെയാണ്, ആ ക്രമീകരണത്തിലാണ് ഇതിലും യാത്രക്കാരുടെ എണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്. ഡ്രൈവർ ക്യാബിനിലെ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ ആകർഷണീയമായിട്ടുള്ള ഡാഷ്ബോർഡും അതിനോട് ചേർന്ന് വരുന്ന ആകർഷണീയമായിട്ടുള്ള സ്പീഡോമീറ്ററും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പഴയ ഓട്ടോറിക്ഷയിൽ കണ്ടതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഡോമീറ്ററാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. പാസഞ്ചർ ക്യാബിനിലെ ഡ്രൈവർ ക്യാബിനിലെ ഡാഷ്ബോർഡിൽ വളരെയധികം സ്ഥലം പ്രതിദാനം ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്ഥലത്തോടു കൂടിയ ഡാഷ്ബോർഡും വണ്ടിയുടെ ബുക്കും പേപ്പറും വയ്ക്കുവാനായിട്ടുള്ള ഡാഷ്ബോർഡും സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഡ്രൈവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കുവാനായിട്ടുള്ള ഇടയും ഒരു ചെറിയൊരു ഹോൾ എന്ന രീതിക്കുള്ള ഒരു സ്പേസും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ തന്നെ 3 സ്വിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട്.
1 ഹെഡ്ലൈറ്റ്, 2 വൈപ്പർ, 3 ഡബിൾ ഇൻഡിക്കേറ്റർ സ്വിച്ച്. ഡ്രൈവർക്ക് അനായാസം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഡീകംപ്രഷൻ സിസ്റ്റമാണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് സിസ്റ്റമാണ് മഹീന്ദ്ര DX BS6 ഓട്ടോറിക്ഷ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെയധികം സുഖമാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ആക്കിയതിന് ശേഷം സെൽഫ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓണാക്കുവാനായിട്ട് സാധിക്കുന്നു. വണ്ടി ഓഫ് ആക്കണമെങ്കിൽ ഇഗ്നിഷൻ കീ ഓഫാക്കിയാൽ മതിയാവും. ഡാഷ്ബോർഡിൻ്റെ തൊട്ട് താഴെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള 12 വോൾട്ട് സോക്കറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് റിവേഴ്സ് ലിവറും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ വലതുവശത്തായിട്ട് മ്യൂസിക് സിസ്റ്റവും സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡൂമിൻ്റെ ഉൾവശത്തായിട്ട് സർവീസ് ഇൻ്റർവെല്ല് കാണിക്കുന്ന സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട്. ഗുണനിലവാരമുള്ള ഓയിൽ ബ്രേക്കാണ് മഹീന്ദ്ര DX BS6 പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മേൽത്തരം ഹാൻഡ് ബ്രേക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ദീർഘായുസ് പ്രദാനം ചെയ്യുന്ന എക്സൈഡിൻ്റെ ലോങ് ലൈഫ് ബാറ്ററി തന്നെയാണ്. മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള എക്സൈഡിൻ്റെ ബാറ്ററിയാണ് മഹീന്ദ്ര ആൽഫ DX ഒരുക്കിയിരിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഡ്രൈവർക്ക് കുടിവെള്ളം വയ്ക്കുവാനായിട്ടുള്ള സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ട് അടിയിലായിട്ട് സ്റ്റെപ്പിൻ ടയറും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടയറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ടയർ 450/10 സൈസുള്ള MRF ടയർ തന്നെയാണ് മഹീന്ദ്ര ആൽഫയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കാര്യമാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഡീസൽ ടാങ്ക് 10 ലിറ്റർ ഡീസൽ കൊള്ളുന്ന ടാങ്കാണ്. കൂടുതൽ ഡീസൽ കൊള്ളുന്ന ടാങ്ക് തന്നെയാണ് മഹീന്ദ്ര ആൽഫ DX ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന എയർ ഫിൽറ്ററിൻ്റെ എയർ ഇൻടേക്ക് സിസ്റ്റമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എയർ ഇൻടേക്ക് പൈപ്പാണ്. നമുക്ക് തന്നെ ഗുണഭോക്താവിന് തന്നെ അനായാസം ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന അതേ എയർ ഫിൽറ്റർ തന്നെയാണ് മഹീന്ദ്ര DX ഓട്ടോറിക്ഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. BS6-ൽ മാത്രമായി നമ്മൾ കണ്ടുവരുന്ന റേഡിയേറ്റർ സിസ്റ്റവും ഇതിൽ കണ്ടുവരുന്നു. വാട്ടർ കൂൾഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെയാണ് ദീർഘദൂരം ഓടിയാലും വാഹനം ചൂടാകുന്നത് ഈ റേഡിയേറ്റർ സിസ്റ്റം തടയുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ അവർ വിചാരിച്ച സമയത്ത് ഡ്രൈവർമാർക്ക് എത്തിക്കുവാനായിട്ട് ഈ റേഡിയേറ്റർ സിസ്റ്റം സഹായിക്കുന്നു. അനാവശ്യമായിട്ട് വാഹനം ചൂടാകുന്നതിനെ ഈ റേഡിയേറ്റർ സിസ്റ്റം പ്രതിരോധിക്കുന്നു. സാധാരണ ഓട്ടോറിക്ഷയെ കഴിഞ്ഞും ഡ്രൈവർക്ക് അനായാസം പുറകിലെ വാഹനങ്ങളും മറ്റ് കാഴ്ചകളും പെട്ടെന്ന് അറിയുവാനായിട്ടുള്ള റിയർ മിറർ ആണ് BS6 ആൽഫ DXൽ ഉപയോഗിച്ചിരിക്കുന്നത്. മഹീന്ദ്ര DXൻ്റെ സ്പീഡോമീറ്ററാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത. ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ്. ഇവിടെ 2 തരത്തിലുള്ള മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്ററിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്യൂവൽ മീറ്റർ, 2 ടെമ്പറേച്ചർ മീറ്റർ.
ഇത് വാഹനത്തിൻ്റെ ടെമ്പറേച്ചറിനെ പ്രതിദാനം ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും അത് ഡ്രൈവർക്ക് അറിയുവാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണമാണ് സ്പീഡോമീറ്റർ. ഇവിടെ ടെമ്പറേച്ചർ മീറ്ററായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്യൂവൽ മീറ്റർ, ഡീസലിൻ്റെ ലെവൽ അറിയുവാനായിട്ടുള്ള സജ്ജീകരണവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് വാഹനത്തിൻ്റെ ആവറേജ് മൈലേജ് വരുന്നത് 36 കിലോമീറ്ററാണ്. ഒരു ലിറ്റർ ഡീസൽ 36 കിലോമീറ്ററാണ്. ഇതിൽ മുഴുവനായിട്ട് കിട്ടുന്ന മൈലേജാണ് 36 കിലോമീറ്റർ. ആവറേജ് കിലോമീറ്റർ ശരാശരി മൈലേജ് 30 കിലോമീറ്റർ 36 കിലോമീറ്ററും ഇടയിലാണ്. ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷനാണ് ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഗിയർ ട്രാൻസ്മിഷൻ വരുന്നത് 5 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും ആയിട്ടുള്ള ഗിയർ സിസ്റ്റമാണ് ഇത് മഹീന്ദ്ര ആൽഫ DXൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ കെർബ് വെയ്റ്റ് വരുന്നത് 505 കിലോയാണ്. ഗ്രോസ് വെയ്റ്റ് വരുന്നത് 825 കിലോയാണ്. ഇതിൽ ഇനി ഈ വാഹനത്തിൻ്റെ വില നിലവാരവും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ വില നിലവാരം വരുന്നത് എക്സ് ഷോറൂം പ്രൈസ് 2,81,336 രൂപയാണ്. ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് 3,01,672 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.